ഡിസംബർ 14 ശനിയാഴ്ച. മത്തായി 17 9 മുതൽ 13 വരെ വാക്യങ്ങൾ. ആഗമനകാലത്തിലെ രണ്ടാമത്തെ ആഴ്ച. 1903 ഒരു ഡിസംബർ മാസം നിരവധി ശ്രമങ്ങൾക്ക് ശേഷം റൈറ്റ് സഹോദരന്മാർ അവരുടെ പറക്കുന്ന യന്ത്രം കരയിൽ നിന്ന് ആകാശത്ത് പറക്കുന്നതിൽ വിജയം കൈവരിച്ചു. അവർ വളരെ ആവേശഭരിതരായി. ഒരു സന്ദേശം തങ്ങളുടെ സഹോദരി കാത്രീന് ടെലിഗ്രാഫ് ചെയ്തു. മഹത്തായ കണ്ടുപിടുത്തത്തെക്കുറിച്ച് അവളെ അറിയിച്ചു. ഞങ്ങൾ യഥാർത്ഥത്തിൽ 120 അടി പറന്നു. ക്രിസ്മസിന് വീട്ടിൽ വരും. വാർത്ത കേട്ട സഹോദരിയും അതിയായ ആവേശത്തിലായിരുന്നു. ആ വാർത്ത പങ്കുവയ്ക്കാൻ അവൾ പ്രാദേശിക പത്രത്തിൻ്റെ എഡിറ്ററുടെ അടുത്തേക്ക് ഓടി. ടെലിഗ്രാഫ് സന്ദേശം കാണിച്ചു. എഡിറ്റർ സന്ദേശം നോക്കി പറഞ്ഞു, "ആ, കൊള്ളാമല്ലോ. അപ്പോൾ നിൻ്റെ ആങ്ങളമാർ ക്രിസ്മസിന് വീട്ടിലുണ്ടാകും അല്ലേ?" എഡിറ്റർ പൂർണ്ണമായും അതിനു മുമ്പുള്ള വാർത്ത ശ്രദ്ധിച്ചതേയില്ല. ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യൻ പറക്കുകയാണ്. എന്നിട്ടും അതല്ലായിരുന്നു അയാൾ ശ്രദ്ധിച്ചത്. ജീവിതത്തിൽ പല പ്രാവശ്യവും നമ്മുടെ അനുഭവം ഇതുപോലെയാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയുകയും ചെറിയ മറ്റ് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നതിൽ പലരും പരാജയപ്പെടുന്നു. പകരം മുൻഗണന കുറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ഇന്നത്തെ ആദ്യ വായനയിലും അതുപോലെ സുവിശേഷത്തിലും പ്രധാന കഥാപാത്രം ഏലിയ പ്രവാചകനാണ്. ഏലിയ പ്രവാചകൻ്റെ വാക്കുകൾ ചൂള പോലെ ജ്വലിച്ചു എന്നാണ് സിറാക്കിൽ നിന്നുള്ള ഒന്നാമത്തെ വായന പറയുന്നത്. എന്തൊരു ശക്തമായ ചിത്രം! അവൻ ഭൂമിയിലേക്ക് അഗ്നി ഇറക്കുകയും മറ്റ് നിരവധി അത്ഭുത പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തു. ഇന്നത്തെ സുവിശേഷത്തിലെ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രിമാർ അവർ ഏലിയ പ്രവാചകനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു ദിവസം ഏലിയ ഭൂമിയിലേക്ക് മടങ്ങി വരുമെന്ന് അവർ പ്രവചിച്ചു. എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ഈ പ്രവചനം മനസ്സിലായില്ല. ഭാവിയിൽ ഏലിയ ഭൂമിയിലേക്ക് മടങ്ങി വരുമോ എന്ന് അവർ യേശുവിനോട് ചോദിച്ചു. യേശു പറഞ്ഞു, "അതെ, ഏലിയ മടങ്ങി വരും. എന്നിരുന്നാലും മാത്രമല്ല, ഏലിയ ഇതിനകം ഭൂമിയിൽ വന്നെന്ന് യേശു തുടരുന്നു. എന്നാൽ ആരും അവനെ തിരിച്ചറിഞ്ഞില്ല. ഏലിയാസിനെ ജനം തള്ളിക്കളഞ്ഞു." ഏലിയ പ്രവാചകനെക്കുറിച്ച് പറയുമ്പോൾ യേശു തൻ്റെ തന്നെ മരണം പ്രവചിക്കുകയാണ്. വരാനിരിക്കുന്ന കാര്യങ്ങൾക്കായി അവൻ തൻ്റെ ശിഷ്യന്മാരെ ഒരുക്കുകയാണ്. പതിവ് പോലെ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് അവൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല. ചില സമയങ്ങളിൽ യേശു നമ്മോട് എന്താണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ യേശുവിൻ്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മുടെ ജീവിതത്തിലെ തിരക്കും ബഹളവും മൂലം യേശു നമ്മോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാതെ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് നമ്മുടെ കാതുകളും മനസ്സും ഹൃദയവും തുറക്കാം. യേശുവിൻ്റെ ശബ്ദം ശ്രദ്ധയോടെ കേൾക്കാം. യേശു സംസാരിക്കും. ഹൃദയത്തിൻ്റെ കാതുകൾ കൊണ്ട് അവൻ പറയുന്നത് കേൾക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.